ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ഷോർട്ട് വീഡിയോയും ക്രോഷേനെ കുറിച്ചായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ ചെയ്യുന്ന ലോങ് വീഡിയോ ക്രോഷേനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കുറേ ബിഗിനേഴ്സ് ഉണ്ട്, ലൈക്ക് ഇപ്പം ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് ഈ ക്രോഷേ. അപ്പം പലർക്കും ഇപ്പം അറിയാം. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഓൾറെഡി ഒരു സ്ലിപ്പ് നോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മുടെ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഷോർട്സ് ആക്കിയിട്ട് ഇടാനാണ്. പക്ഷേ ഷോർട്സ് ആക്കി ഇടുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ഇത്രയും കൂടെ സ്പീഡ് കൂട്ടുന്നതുകൊണ്ടും അതേപോലെ തന്നെ കുറേ ക്ലിപ്പ് കട്ട് ചെയ്ത് ഷോർട്ടാകുന്നതുകൊണ്ടും നമുക്ക് ഇത്രയും കൂടെ മനസ്സിലാവാൻ ഭയങ്കര പണിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ തന്നെ എൻ്റെ വീഡിയോ 1, 2, 3, 4, 5, 6 അല്ല കുറേ പ്രാവശ്യം ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കണ്ട് എനിക്ക് തോന്നിയ ഇത്തിരി സംഭവമാണ് തീരെ മനസ്സിലാവാത്ത പോലെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം 4 minutes 11 സെക്കൻഡിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഈ വീഡിയോ. അപ്പം ലൈക്ക് ഇതായിരിക്കും ഈ ചെയിൻ സ്റ്റിച്ച് എന്നൊക്കെ പറയുമ്പം ഇത്തിരി ആദ്യം മനസ്സിലാവാൻ നല്ല പണിയാണ്. ലൈക്ക് നമുക്കിത് കാണുമ്പം മനസ്സിലായാലോ ചെയ്ത് കുറേ പ്രാക്ടീസ് വേണം. ഞാൻ ഫസ്റ്റ് ഈ ക്രോഷയൊക്കെ ഞാൻ ഭയങ്കര സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനും ഒരു ബിഗിനറാണ്. പക്ഷേ എനിക്കറിയുന്ന ഇത്തിരി സംഭവം ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ആദ്യമൊക്കെ ഈ ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇടുന്ന സമയത്ത് എനിക്ക് തലവേദന എടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഒന്നത് ഭയങ്കര ഫിഗർ ഔട്ട് ചെയ്യാൻ നല്ല പണിയാണ്. കാരണം വലിക്കും ഇതിൻ്റെ മുകളിൽ തന്നെ ഫുൾ ഫോക്കസ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അവസാനമായപ്പോഴേക്കും ഇങ്ങനെ മടുക്കാൻ തുടങ്ങി. കാരണം ഞാൻ അത്ര ക്ഷമയുള്ള ഒരാളല്ല. പിന്നെ നമ്മൾ ചെയ്ത് ഒരു 2 ദിവസമോ 3 ദിവസമോ നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ വളരെ ഈസിയാണ്. ഈ ക്രോഷയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ചെയിൻ സ്റ്റിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ഞാൻ മെല്ലെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് ബാക്ക് കൂടെ ഹുക്ക് എടുക്കുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ നിർത്തുക. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മളെപ്പോഴും നമ്മുടെ യാണിൻ്റെ മുന്നിൽ കൂടെ വേണം നമ്മുടെ ഹുക്ക് എടുക്കാൻ. അതും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് യാണൊന്ന് കൊളുത്തിയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ അത് കണ്ടാലും നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നില്ല. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ചെയ്ത് കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ അതിനൊക്കെ നമുക്ക് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ മുന്നിൽക്കൂടെ ഒന്ന് യാൺ ഓവർ ചെയ്യുക, ഒന്ന് വലിച്ചെടുക്കുക, മുന്നിൽക്കൂടെ ഒന്ന് യാൺ ഓവർ ചെയ്യുക, ഒന്ന് വലിച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്ത് നമ്മളുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയാൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയാൻ മറക്കരുത്. അതേപോലെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത ആ ഷോർട്ട് വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാഗ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ബാഗും ചെയ്യുന്നതായിരിക്കും. പക്ഷേ 2 കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ ആദ്യം എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇങ്ങനെ ചെറിയ ഓരോ സ്റ്റെപ്പായിട്ട് ക്രോഷേൻ്റെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അവസാനം വലിയ പ്രൊജക്റ്റിലേക്ക് പോകണം എന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, അത് ചെയ്യാത്തതിൻ്റെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ബാഗൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ കുറേ നേരം വേണം. അപ്പം അത്രയും നേരം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും എന്നെക്കൊണ്ട് നടക്കില്ല. എന്തായാലും ഒരു കാലത്ത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ എന്തായാലും ബാഗൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ചെയിൻ സ്റ്റിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.